അപ്പോൾ ഇന്ന് സംസ്കൃത ഭാഷാ ദിനം അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറിൽ. പ്രൊഫസർ ജോസ്ന തൃപ്പൂണിത്തുറ മാഡമാണ് നമ്മളൊപ്പം ഉള്ളത്. സംസ്കൃത കോളേജിൽ വ്യാകരണ വിഭാഗം പ്രൊഫസറായി പ്രവർത്തിക്കുകയാണ്. എന്തായാലും മാം നമസ്തേ, സ്വാഗതം ജന ടി വിയിലേക്ക്. നമസ്തേ. നമസ്തേ നമസ്തേ മാം. സംസ്കൃത ഭാഷാ ദിന ആശംസകൾ കൂടി നേരുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ജനം ടി വിയോടൊപ്പം പങ്കുചേർന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സംവാദം, നമ്മുടെ സംഭാഷണം അല്ലേ മാഡം? തീർച്ചയായും ഇന്ന് ഈ ഒരു എഐയുടെയും ഡിജിറ്റൽ യുഗത്തിൻ്റെയും ഒക്കെ ഈ കാലമാണ്. ഈ യുഗത്തിൽ ഈ സംസ്കൃതം പോലൊരു പുരാതനമായ ഒരു ഭാഷ, അതിൻ്റെ ഒരു പ്രസക്തി, അത് തന്നെയല്ലേ നമ്മൾ ആദ്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതെ അതെ, തീർച്ചയായിട്ടും സംസ്കൃതം എന്ന ഭാഷയ്ക്ക്, അതായത് ഏത് ഭാഷയും ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സംഭാഷണത്തിനാണ് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ സംസ്കൃതം എന്ന ഭാഷയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു AI യുഗമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ഒരു 4000-4000-ത്തിനടുത്തോളം സൂത്രങ്ങളെ കൊണ്ട് പാണിനി ഒരു ഭാഷയുടെ വ്യത്യസ്തമായ സ്ട്രക്ചേഴ്സിനെ, അതായത് ഒരു ഭാഷയുടെ എന്തെല്ലാം സാധ്യതകളുണ്ടോ അത് മുഴുവൻ, അതായത് ഒരു ധാതുവിൽ നിന്ന് എത്രമാത്രം ശബ്ദങ്ങളെ ഉൽപ്പാദിപ്പിക്കാം എന്ന തരത്തിൽ ഒരു ഭാഷയെ വികസിപ്പിച്ചെടുത്തു എന്നുള്ളത്, അതായത് വികസിപ്പിച്ചെടുത്തു എന്നല്ല, ഉള്ള ഭാഷയെ അദ്ദേഹം ഇത്രയും സൂത്രങ്ങൾക്കുള്ളിൽ ഒരു കോഡ് പോലെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു ഭാഷയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അത്രയും സയൻറ്റിഫിക് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അൽഗോരിതംസ് വെച്ചുകൊണ്ട് ഭാഷ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഉള്ള ഒരു ഭാഷയെ, അതായത് നാച്ചുറലി ഉണ്ടായിട്ടുള്ള ഒരു ഭാഷയ്ക്ക് ഈ തരത്തിൽ ഒരു അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യാൻ പാണിനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഭാഷയെ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടറിനോട് സംവദിക്കാൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഉപാധി സംസ്കൃത ഭാഷയുടെ സ്ട്രക്ചറാണ്, അതായത് പാണിനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ന് പറയാൻ കാരണം. തന്നെയല്ല, നാസയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ അവരുടെ AI ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ട് പാണിനീയ വ്യാകരണത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു ഭാഷയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ധാതുവിൽ നിന്ന് ഒട്ടേറെ ശബ്ദങ്ങൾ, പല തരത്തിലുള്ള ശബ്ദങ്ങൾ, അത് ക്രിയാപദമാകട്ടെ നാമപദമാകട്ടെ വ്യത്യസ്ത അർത്ഥങ്ങളാകട്ടെ, ഒരു ശബ്ദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവും, രണ്ട് ശബ്ദങ്ങൾക്ക് ഒരേ അർത്ഥമുണ്ടാവും, അതേസമയം തന്നെ ഈ രണ്ട് ശബ്ദങ്ങൾ വ്യത്യസ്ത അർത്ഥങ്ങളെ അഭിധാനം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കപ്പാസിറ്റി, അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഘനം എന്നുള്ള ശബ്ദത്തിന്, ഘനശബ്ദത്തിന് ഹെവി എന്നൊരർത്ഥമുണ്ട്. അതുപോലെ പയോധരം എന്ന ശബ്ദത്തിന് ബ്രസ്റ്റ് ഓഫ് എ വുമൺ എന്ന അർത്ഥമുണ്ട്. അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള അർത്ഥമാണ്. നേരെ മറിച്ച് ഈ ഘനം പയോധരം എന്നീ രണ്ട് ശബ്ദങ്ങൾക്കും ഒരേ അർത്ഥവുമുണ്ട്, മേഘം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ഇങ്ങനെ, അതായത് ഈ അർത്ഥം, അതായത് ഘനപയോധരേ സന്നിധായ സാ പുളക സംവൃതാതസ്തുഷീചിരം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഘനം എന്ന വാക്കിന് ഹെവി എന്നുള്ള അർത്ഥവും പയോധരം എന്ന വാക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഓഫ് എ വുമൺ എന്ന അർത്ഥവുമാണുള്ളത്. നേരെ മറിച്ച് ഈ രണ്ട് പദങ്ങൾക്കും, ഘനം എന്ന പദത്തിനും പയോധരം എന്ന പദത്തിനും മേഘം എന്ന അർത്ഥമുണ്ട്. ഇതേപോലെ ലിംഗവ്യത്യാസങ്ങൾ വഴി വ്യത്യസ്ത അർത്ഥങ്ങളെ പറയുന്ന ഒരു ഭാഷ, അത് ലോകത്ത് മറ്റൊരു ഭാഷ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ എന്ന് സംശയമാണ്. കാരണം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നഭഃ എന്നുള്ള ശബ്ദം പുല്ലിംഗമാണെങ്കിൽ, അതായത് അതൊരു മാസ്കുലിൻ ജെൻഡറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പുല്ലിംഗമാണെങ്കിൽ അതിന് ശ്രാവണമാസം എന്നർത്ഥം.
നേരെ മറിച്ച് നഭഹ എന്ന ശബ്ദം നപുംസകലിംഗമാണെങ്കിൽ, ന്യൂട്ടർ ജെൻഡർ അത് ആണെങ്കിൽ തന്നെയാണ് ടീച്ചർ, അതിന് എന്തൊരു ആകാശം കൗതുകമുണർത്തുന്ന കാര്യമാണല്ലേ. ഒരേ വാക്ക് ഒരേ ശബ്ദം, പക്ഷേ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തലങ്ങളിൽ അതിന് അർത്ഥം ഉണ്ടാകുന്നു എന്നുള്ളത്. എന്തായാലും ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാചീന ഭാഷയായിട്ടുള്ള ഒരു സംസ്കൃതത്തിന് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തി എന്ന് ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ AI കാലത്ത് ഏറ്റവും അതിന് അനുയോജ്യമായ ഭാഷയാണ് സംസ്കൃതം എന്നാണ് ടീച്ചർ പറയുന്നത്. അത് കേട്ടതിൽ സന്തോഷം. അതെ, എന്തായാലും ഈ സംസ്കൃത ഭാഷ പുനരുദ്ധാരണത്തിന് വേണ്ടിയൊക്കെ ടീച്ചർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സംസ്കൃതം പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു സമൂഹത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ളത്? തീർച്ചയായിട്ടും ഏത് ഭാഷ പഠിക്കുന്നവർക്കും ഉള്ള എല്ലാ സാധ്യതകളും സംസ്കൃത വിദ്യാർത്ഥിക്കുണ്ട്. ഒരു പക്ഷേ അതിൽ കൂടുതലുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സംസ്കൃത ഭാഷയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാരതീയമായ എല്ലാ വിജ്ഞാനവും അത് അടങ്ങിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. മാത്രമല്ല, സംസ്കൃതത്തിൻ്റെ ശാസ്ത്രങ്ങൾക്ക് മറ്റു ഒരു ഭാഷയ്ക്കും പെടാനില്ലാത്ത ഒരു ശാസ്ത്ര പാരമ്പര്യം സംസ്കൃതത്തിനുണ്ട്. വ്യാകരണം, മീമാംസ, വേദാന്തം, അതുപോലെ ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ഫിലോസഫി ആയിട്ട് നമ്മളതിനെ കാണുന്നുവെങ്കിലും അതിൽ ഓരോ പദങ്ങളുടെയും അർത്ഥം പറയുന്ന രീതി, അതൊക്കെ അവരുടെ ആ ഒരു ഫിലോസഫി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരുപയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരു ഭാഷയ്ക്കും, എനിക്ക് തോന്നുന്നില്ല ലോകത്തൊരു ഭാഷയ്ക്കും ഇത്രയേറെ വളരെ ശക്തവും കെട്ടുറപ്പുള്ളതുമായിട്ടുള്ള ഒരു ശാസ്ത്ര പാരമ്പര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം മാത്രമല്ല, ഇപ്പം ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ IKS എന്ന് പറയുന്നൊരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ IKS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം, അത് കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, മറ്റ് ഇന്ന് നാം പഠിക്കുന്ന എല്ലാ ശാസ്ത്രശാഖകളിലും ഉള്ള ഭാരതീയമായ പുസ്തകങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്കൃതം അത്യന്താപേക്ഷിതമാണ്. തന്നെയല്ല, അത് ഇന്നത്തെ ട്രാൻസ്ലേഷൻ ചെയ്യാനും അത്തരം ഒരുപാട് പ്രോജക്ട്സ്, അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുവാനും ഒക്കെയുള്ള ഒരുപാട് പ്രോജക്ട്സ് നമ്മളുടെ IIT-കളിലും IIM-കളിലും ഒക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. AICTE പോലെയുള്ള സംസ്ഥകൾ അതിന് ഒരുപാട് എയ്ഡ് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ സംസ്കൃത വിദ്യാർത്ഥികൾക്ക് റിസർച്ചിന് ഏറ്റവും നല്ല ഒരു. തീർച്ചയായും. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതിങ്ങനെ വിശാലമായ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഈ വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനമാണ്. അപ്പോൾ ഇതിനാവശ്യമായ മൂല്യങ്ങൾ ഈ സംസ്കൃത പഠനത്തിലൂടെ കൈവരിക്കുക, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ സംസ്കൃത പഠനം സാർവത്രികമാകേണ്ടതല്ലേ? അങ്ങനെയും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും സംസ്കൃത പഠനം സാർവത്രികമാകേണ്ടത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കാൻ, ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഷകൾക്കും ഒരു പദങ്ങളെ വാരി വിതറിക്കൊണ്ട് തൻ്റെ അസ്തിത്വത്തെ ഒരു രൂഢമൂലമായി ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് സംസ്കൃത ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ വള്ളത്തോളിനെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലേ. വള്ളത്തോള് എന്താ പറയുക, സംസ്കൃത വളരെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം കൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ വള്ളത്തോളിൻ്റെ കാവ്യം ഒന്ന് എടുത്തു നോക്കൂ. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം. അതിൽ ഓരോ പദങ്ങൾ എടുത്തു നോക്കൂ. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ. ഈ പദങ്ങളൊക്കെ ആകാശത്തിൻ്റെ പര്യായമാണ്. എന്താണ് ആകാശമേ നമസ്കാരം എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഇത്രയേറെ പദങ്ങൾ പറയേണ്ട കാര്യം? അതായത് ഇത് സംസ്കൃതത്തിലെ അർത്ഥവ്യത്യാസങ്ങളെയാണ് മലയാള ഭാഷ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഗച്ഛന്ത്യസ്മിൻ ദേവാദയഃ ഇതി ഗഗനം, ദേവന്മാർ സഞ്ചരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് ഗഗനം എന്ന് പറയുന്നു. അവനം വിവിധമസ്മിൻ സന്തി ഇതി വ്യോമ,
പലതരത്തിലുള്ള സംരക്ഷണ കവചങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് അതിനെ വ്യോമം എന്ന് പറയുന്നു. ഇങ്ങനെ ഒട്ടേറെ, അതായത് ഈ വ്യത്യസ്തമായ പര്യായ പദങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങളെ സന്നിവേശിപ്പിക്കുന്നു സംസ്കൃത ഭാഷയിൽ. ഈ പദങ്ങൾ എടുത്തുകൊണ്ടാണ് മലയാള ഭാഷയിൽ നമ്മുടെ വള്ളത്തോൾ ഈ കാവ്യം ചമച്ചിട്ടുള്ളത്. എഴുത്തച്ഛനെ എടുത്തു നോക്കിയാലും തത്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാർ ഒക്കവേ ഹരിരൂപധാരികളായാരല്ലോ എന്ന് പറയുന്നു. ഹരിശബ്ദത്തിന്, ആദ്യത്തെ ഹരിശബ്ദത്തിന് ഇന്ദ്രൻ എന്നർത്ഥം, രണ്ടാമത്തെ ഹരിശബ്ദത്തിന് കുരങ്ങൻ എന്നർത്ഥം. അതായത് ഈ അർത്ഥങ്ങളൊക്കെ സംസ്കൃത ഭാഷ മലയാള ഭാഷയ്ക്ക് നൽകിയതാണ്. തന്നെയല്ല സംസ്കൃത ഭാഷാ പ്രചാരണം, അത് ഇതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് സംസ്കൃത ഭാഷാ പ്രചാരണത്തെ അനിവാര്യമായി ഉറപ്പിക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുന്നു എന്ന് പറയുമ്പോൾ മുഖം എന്നുള്ളത് സംസ്കൃത പദമാണ്. മറ്റൊരു മലയാള പദം പറയൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. മീട് അല്ലെങ്കിൽ മോന്ത എന്നൊക്കെ പറയേണ്ടി വരും. നമ്മളുടെ ഒരു സാധാരണമായ ഭാഷയിൽ ഈ പദങ്ങളെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലേ? മുഖം എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ പുസ്തകം എടുക്കുന്നു, പുസ്തകം എന്നുള്ളത് ഒരു സംസ്കൃത പദമാണ്. അതായത് സംസ്കൃതവും മലയാളവുമായിട്ട് ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ ഇത്രയേറെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷയെ നഷ്ടപ്പെടുത്താൻ നമുക്കൊരിക്കലും സാധിച്ചുകൂടാ. അതിനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായിട്ടും സംസ്കൃത ഭാരതി തന്നെയാണ്. സംസ്കൃത ഭാരതിയുടെ കേരള ഘടകമായിട്ടുള്ള വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം എന്ന് പറയുന്ന ഒരു സംഘടന നമ്മളുടെ ഇടയിൽ, നമ്മുടെ യുവാക്കളിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് സംസ്കൃതം പങ്കുവെക്കാനും സംസ്കൃതം അവർക്ക് പകർന്നു നൽകാനും, യുവാക്കൾക്ക് മാത്രമല്ല എല്ലാ പ്രായ വ്യത്യാസമില്ലാതെ, ജാതി മത ലിംഗഭേദമില്ലാതെ എല്ലാവരെയും സംസ്കൃതം പഠിപ്പിക്കാൻ സംസ്കൃത ഭാരതി വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ കേരള ഘടകവും അതിന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആശാവഹമായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് തന്നെയാണ് ടീച്ചറെ, അത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം അത്രത്തോളം വാക്കുകൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ മുഖമായാലും പുസ്തകമായാലും അങ്ങനെ എത്രയോ വാക്കുകൾ. അപ്പോൾ ടീച്ചർ, ഈ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ടീച്ചറാണല്ലോ, താങ്കളൊരു പ്രൊഫസർ കൂടിയാണല്ലോ. നമ്മുടെ LP സ്കൂളുകളുടെ കാര്യം എടുത്താൽ അവിടെ കഴിഞ്ഞ 10 വർഷത്തിലധികമായി സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക്കും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അറബിക് ടീച്ചേഴ്സിനുള്ള തസ്തികകളുണ്ട്, എന്നാൽ സംസ്കൃത അധ്യാപകർക്ക് വേണ്ട തസ്തികകളില്ല. അതിലൊരു നീതികേടുള്ളതായിട്ട് ടീച്ചർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഏത് ഭാഷയും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം യു പി സ്കൂളുകൾ ഉള്ള സ്ഥലത്ത് മാത്രമാണ് LP സ്കൂളുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നത്. അതുതന്നെയല്ല, അവിടെയൊന്നും ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഹൈസ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യേണ്ട ഒരു സന്ദർഭം വരുന്നു എന്നുള്ളത് സംസ്കൃത ഭാഷയെ സംബന്ധിച്ച്, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെയേറെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഭാഷ എന്ന് പറയുന്നത് സംസാരിച്ചുകൊണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ലോകത്ത്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാത്ത ഒരു ഭാഷ ഒരു കുട്ടി അതിനോട് താല്പര്യമായിട്ട് വരുമ്പോൾ അത് പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കുഞ്ഞു നാളിലാണ് ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ ഭാഷയുടെ നാമ്പുകൾ, ഒരു ഭാഷ പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു, മറ്റൊരു ഭാഷയ്ക്ക് ആളുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ആശാവഹമായ ഒരു പരിഗണന അർഹിക്കുന്ന വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സർക്കാർ അത് പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് വളരെ ആശാവഹമായിട്ട് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കാരണം LP സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. സംസ്കൃതം പഠിപ്പിക്കാൻ ഒരിടത്തും ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് LPയിലായാലും UPയിലായാലും ഹൈസ്കൂളിലായാലും ഹയർ സെക്കൻഡറി തലത്തിൽ പോലും കോളേജ് തലത്തിലായാലും ഒക്കെ തന്നെ അധ്യാപക തസ്തികകളുടെ വിഷയത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു സംസ്കൃത ഭാഷയുടെ വിഷയത്തിൽ എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത്തരം ഒരു പ്രോബ്ലം വരാതിരിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനിവാര്യമായ ഒരു ശ്രദ്ധ അതിലേക്ക് പതിയേണ്ടത് തന്നെയാണ്. അത് അറബിക്കിനെ പോലെ തന്നെ സംസ്കൃതത്തിനും തസ്തിക അനുവദിച്ചുകൊണ്ട് ഒരു ഭാഷയോടും പ്രത്യേകിച്ചൊരു
മമതയോ അങ്ങനെയൊന്നും പുലർത്താതെ എല്ലാ ഭാഷകളെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അത് തന്നെയാണ് നടപടി ടീച്ചറെ സർക്കാർ നമ്മൾ ഈ സംസ്കൃത ഭാഷയോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം അത് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഒരു നീതികേട് തീർച്ചയായും ഉണ്ട്, അത് മാറി വരേണ്ടതുമാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം, ഇപ്പോൾ ഈ സംസ്കൃതം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാചീനമായ ഭാഷയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരവുമായി അത്രത്തോളം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷ. അപ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഈ പറയുന്ന ഭാരതത്തിൻ്റെ സ്വന്തം സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രാധാന്യം അത് ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? സ്വതന്ത്ര ഭാരതത്തിൽ തീർച്ചയായിട്ടും അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു ഭാഷ സംസ്കൃതം. അതായത് ഇപ്പോൾ കേരളത്തിൽ മലയാളം പറയുന്നു, തമിഴ്നാട്ടിൽ തമിഴ് പറയുന്നു, ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ സ്വന്തം ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സംസ്കൃതം തന്നെയാണ്. മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പാരമ്പര്യം ഭാരതത്തെ സംബന്ധിച്ച് സംസ്കൃത ഭാഷയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രഭാഷയുടെ ഭാഗത്ത് സംസ്കൃതം വരണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഓരോ ഭാഷ എടുത്തു നോക്കിയാലും, ഇന്ത്യയിലെ മാത്രമല്ല വിദേശ ഭാഷകളിലേക്കും കൂടി പകർന്ന് കയറിയിട്ടുണ്ട്. ഏത് ഭാഷ എടുത്തു നോക്കിയാലും സംസ്കൃതത്തിൻ്റെ ഒരു അടിയൊഴുക്ക് അതിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. സംസ്കൃത ഭാഷയിലുള്ള പദങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഭാരതീയ ഭാഷകളിൽ പടർന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് സംസ്കൃതം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. അതിന് കിട്ടേണ്ട ഒരു പ്രാധാന്യം അതിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. നമ്മൾ മലയാള ഭാഷ മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് ഈ കാര്യം പറയാൻ പറ്റും. നമ്മൾ മലയാള ഭാഷയുടെ പിതാവായി എഴുത്തച്ഛനെ കണക്കാക്കുന്നു. എന്തുകൊണ്ടായിരിക്കും എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൽ സംസ്കൃത ഭാഷയിലുള്ള എല്ലാ അതിൻ്റെ സ്വാധീനത്തെയും മലയാള ഭാഷയിലേക്ക് പറിച്ചു നടാൻ എഴുത്തച്ഛന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് മലയാള ഭാഷയ്ക്ക് സംസ്കൃതത്തിന്റെ കരുത്ത് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ടീച്ചറെ, മലയാള ഭാഷയ്ക്ക് അത്രത്തോളം കരുത്ത് നൽകിയത് സംസ്കൃതമാണെന്ന് കൂടി ചിലപ്പോൾ പറയേണ്ടി വരും. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ടീച്ചറുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷ സംസ്കൃതമാകേണ്ടിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പഴയ കാലവുമായി കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇന്ന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുപാട് പേരിലേക്ക് സംസ്കൃതം എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളിലായാലും എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഇന്ന് സംസ്കൃതം പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയില്ലേ. ഇപ്പോൾ ആ തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സംസ്കൃത ഭാഷയ്ക്ക് കുറച്ചുകൂടി സ്വീകാര്യത വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതിൽ സംസ്കൃത ഭാഷയ്ക്ക് സ്വീകാര്യത വന്നു എന്നുള്ളത്, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സംസ്കൃത ഭാരതി പോലെയുള്ള സംഘടനകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് അതിനൊരുപാട് സാധാരണ ജനങ്ങളിലേക്ക് അത് എത്താൻ സാധിച്ചത് എന്നുള്ളത് അംഗീകരിക്കാതെ വയ്യ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് അന്യമായി സാധാരണ ആളുകളിലൂടെ പടർന്നു കയറിയത് സംസ്കൃത ഭാരതിക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. ശിക്ഷ, കോവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സംസ്കൃത ശിക്ഷണം നൽകുകയും അതുവഴി അത് പരീക്ഷ നടത്തുകയും അവർക്കുള്ള പ്രത്യേക തരം കോച്ചിങ് നൽകുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ഒരു മാധ്യമം വഴി സംസ്കൃതം പഠിക്കുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യം തന്നെയാണ്. ഭഗവത്ഗീത സംസ്കൃതത്തിലൂടെ പഠിക്കുന്നു, ഭാഗവതം സംസ്കൃതത്തിലൂടെ പഠിക്കുന്നു, അതുപോലെ അഷ്ടാധ്യായി പോലെയുള്ള ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലൂടെ പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശാസ്ത്ര പാരമ്പര്യത്തെ സംസ്കൃതത്തിലൂടെ പഠിക്കുന്നു. ഇതൊക്കെ ഈ ഒരു സംഘടന ജനങ്ങളിൽ ആ ഒരു സംഗതിക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും ടീച്ചർ, സംസ്കൃതത്തിന്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്തായാലും ഇന്ന് സംസ്കൃത ഭാഷാ ദിനത്തിൽ ടീച്ചറുടെ വിലപ്പെട്ട സമയം നമ്മുടെ ജനം ടിവിക്ക് വേണ്ടി മാറ്റിവെച്ചു പ്രൊഫസർ ജ്യോത്സ്ന. എന്തായാലും ടീച്ചർക്ക് ഒരുപാട് നന്ദി ജനം ടിവിയോടൊപ്പം പങ്കുചേർന്നതിന്.